എത്തിയിട്ടുണ്ട്. റെജി ലൂക്കോസ്, ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് SFIക്കാർ അഴിഞ്ഞാടിയതിനെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ? കേരള സർവകലാശാലയിൽ മാത്രമല്ല, കോഴിക്കോട് സർവകലാശാലയും സമാനമായിട്ടുള്ള അതിക്രമങ്ങൾ, സംഭവവികാസങ്ങൾ ഒക്കെ അരങ്ങേറിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന അതിന് വിരുദ്ധമായിട്ട് നിയമവിരുദ്ധമായിട്ട് ഏതെങ്കിലും ആശയം കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ SFI എന്നല്ല, ജനാധിപത്യബോധമുള്ള ഏതൊരു സംഘടനയും സമരം നടത്തുന്നു. ഇവിടെ വൈസ് ചാൻസലറുടെ നേരെയുള്ള സമര പ്രഖ്യാപനങ്ങൾ ആദ്യമായിട്ടൊന്നുമില്ല കേരളത്തിലൊരു വൈസ് ചാൻസലറെ സമരത്തെ ചെയ്ത് പുറത്താക്കിയിട്ടുണ്ട്. ഏക്കാനാണ് നിയമിച്ച ഒരു മന്ത്രിസഭാകാലത്തിലും നിയമിച്ച ഒരു വൈസ് ചാൻസലറുടെ ബിരുദത്തിന് സംശയം വന്നപ്പോൾ വലിയ സമരപരമ്പരകൾ അദ്ദേഹത്തിന് കരാമോചനം ചെയ്തു. ആ നാടാണ് കേരളം. അതുകൊണ്ട് സമരം ചെയ്യുന്നത് തെറ്റാണെന്ന്, കുറ്റകൃത്യമാണെന്ന് ഈ രാജ്യത്തെ ഭരണഘടനാ നിയമം പറയുന്നുണ്ട്. ഇവിടെ എന്താ റെജി ലൂക്കോസ്, താങ്കളുടെ ദൃഷ്ടിയിൽ വൈസ് ചാൻസലറുടെ കുഴപ്പം എന്താ? ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഈ പദവിക്ക് യോഗ്യനല്ലേ? അല്ല, ഡോക്ടർ മോഹൻ കുന്നുമ്മലല്ലോ ഇതിനകത്തെ കുറ്റകൃത്യങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ താൽക്കാലികമായിട്ട് ചുമതല ഏറ്റിരിക്കുന്ന സിസാ തോമസ് എന്ന് പറയുന്ന അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്നൊന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ല, അത് പറയിപ്പിക്കാൻ അനിൽ നമ്പ്യാർ സമ്മതിക്കുന്നില്ലല്ലോ. പറയിപ്പിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്ക് അവിടെ തെറ്റെന്ന് പറഞ്ഞതാണ്. അതായത് ബഹുമാനപ്പെട്ട രജിസ്ട്രാർ KS അനിൽകുമാറിനെ അകാരണമായിട്ട് സസ്പെൻഡ് ചെയ്തു. എന്തുകൊണ്ടാ? ആ പറഞ്ഞ സെനറ്റ് ഹാളിൽ അവിടെ വാടകയ്ക്കെടുത്തപ്പോൾ ഈ പറയുന്ന ഈ പാകിസ്ഥാന്റെ ചിത്രം ഉൾപ്പെടെ ഇന്ത്യയുടെ ചിത്രത്തെ വികൃതമാക്കിക്കൊണ്ട് കാവ്യവൽക്കരിച്ചൊരു പരിപാടി നടത്തിയപ്പോൾ അതിനെ സർവകലാശാല പോലെയുള്ള മതേതര കാഴ്ചപ്പാടുള്ള ഒരു ഹാളിൽ ഇത്തരം വിഷം കുത്തിവെക്കുന്ന പരിപാടി അത് ക്യാൻസൽ ചെയ്യണം, നിർത്തലാക്കാനാണ് അദ്ദേഹം കൊടുത്ത ഉത്തരവാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അത് അദ്ദേഹം കൊടുത്തു. തന്നെയുമല്ല, സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കി. ആ റദ്ദാക്കിയ സിൻഡിക്കേറ്റിന്റെ നടപടിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. സ്റ്റാറ്റസ് ഒക്കെ തുടരാൻ പറഞ്ഞു. ചാൻസലർക്ക് തീരുമാനമെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതാരാ? അതിന് പകരമായിട്ടൊരു താൽക്കാലിക അല്ലെങ്കിൽ ഒരു പകരക്കാരിയായ ഒരു രജിസ്ട്രാറെ നിയമിച്ച ഈ പറയുന്ന ഇപ്പോഴത്തെ താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലറല്ലേ ശരിക്കും ഇവിടെ നിയമവിരുദ്ധം പ്രവർത്തി ചെയ്ത്? അവരല്ലേ ഇതിന് കൂട്ടുന്നത്? അവിടെ അതിനെതിരെ സമരം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയ്ക്കുണ്ട്. അതേ അവിടെ ചെയ്തിട്ടുള്ളൂ. അവരവിടെ ഒന്നും തല്ലിപ്പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ സെക്രട്ടേറിയറ്റ് ഞായറാഴ്ചത്തെ സിൻഡിക്കേറ്റ് യോഗം ഇപ്പോൾ ഗവർണറുടെ വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ ഡോക്ടർ സിസാ തോമസിൻ്റെ അധ്യക്ഷതയിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. അത് കഴിഞ്ഞ ശേഷം ഈ രജിസ്ട്രാറുടെ ചുമതല കൊടുത്ത ഹരികുമാർ എന്നുള്ള ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു, ഹരികുമാർ കൂടി പങ്കെടുത്ത ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ യോഗം ചേരുന്നു അല്ലേ? ശ്രീ ഗോപകുമാർ, തെറ്റുണ്ടെങ്കിൽ തിരുത്താം അല്ലേ? ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഹരികുമാർ രജിസ്ട്രാറിന്റെ ചാർജുള്ള ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിന്റെ സാന്നിധ്യത്തിലാണ് തീരുമാനമെടുത്തത്. അവർ യോഗം ചേർന്നു. അതെ, അവരാണ് യോഗം ചേർന്ന് ഈ സസ്പെൻഷൻ പിൻവലിച്ചത്. പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ ഈ കേസ് വരികയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്താണ് റെജി ലൂക്കോസ്? അതായത് ഇദ്ദേഹം തൻ്റെ ഹർജി തന്നെ തിരിച്ച് രജിസ്ട്രാർ ആക്കിയതുകൊണ്ട് ഹർജി പിൻവലിക്കുന്നു. അത് കോടതി അനുവദിച്ചു കൊടുത്തു. എന്നിട്ട് കോടതി എന്താ പറഞ്ഞത്? തെറ്റും ശരിയും ഈ വിഷയത്തിൽ അത് അതോറിറ്റി തീരുമാനിക്കട്ടെ. ആരാണ് റെജി ലൂക്കോസ് അതോറിറ്റി? സർവകലാശാലയുടെ കാര്യത്തിൽ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ആ ഫൈനൽ അതോറിറ്റി ആരാണ്? ഫൈനൽ അതോറിറ്റി ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറാണല്ലേ? ആ ഫൈനൽ അതോറിറ്റി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ SFI ക്രിമിനലുകളെ സർവകലാശാല ആസ്ഥാനത്തേക്ക് അഴിച്ചു വിട്ട് എന്തൊക്കെ പേക്കൂത്തുകളാണ് അവരവിടെ കാണിച്ചത്? കേരള പോലീസിലുള്ളവരെ തന്നെ കൈകാര്യം ചെയ്തില്ലേ? മർദ്ദിച്ചില്ലേ? പിണറായി വിജയന്റെ പോലീസല്ലേ? ആ ഒരു പരിഗണനയെങ്കിലും SFIക്ക് കൊടുക്കേണ്ടതായിരുന്നില്ലേ റെജി ലൂക്കോസെ? എന്നിട്ട് നോക്കൂ, ഈ SFIയുടെ അജണ്ട എന്താണ്? ഗവർണർ ഒരു തീരുമാനം എടുക്കട്ടെ. ഗവർണർ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. ഫൈനൽ അതോറിറ്റി എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഗവർണർ ഒരു തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം എടുത്ത ശേഷം ആവാലോ പ്രക്ഷോഭം. അതല്ലാതെ ഇന്ന് തന്നെ എന്തൊക്കെ അതിക്രമങ്ങളാണ് അവിടെ കാണിച്ച് കൂട്ടിയത്? റെജി, താങ്കളൊരു ആങ്കറാണ്. താങ്കളൊരു മുൻ SFIയുടെ പ്രവർത്തകനും ലീഡറുമായിരുന്നു. താങ്കൾ SFIയിലെ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സമൂഹം SFIയെ ക്രിമിനലുകൾ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചാൽ ഞാൻ അത് ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു. താങ്കൾ അത് പിൻവലിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്രിമിനൽക്കെതിരെ എന്തുകൊണ്ടാണ് താങ്കളെപ്പോലുള്ളവര് ഇത്ര നാളും പയറ്റി
ഇതുപോലെ നിങ്ങൾ ബഹളങ്ങളും ഇതുപോലത്തെ ക്രിമിനൽ വൽക്കരണമുള്ള സംഘടന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കുട്ടിയെ പോലെ പിൻവലിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ. ജനാധിപത്യമായിട്ട് സംസാരിക്കുന്ന ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ മാനസികാവസ്ഥയിലാണോ ഇവിടെ നമ്പിയാർ ചർച്ചയ്ക്ക് എന്നെ പോലെ ഒരാൾ നിർത്തി വാക്ക് ചോദിച്ചത്? താങ്കളുടെ ആങ്കറാണ്. ഞാൻ പറഞ്ഞു പൂർത്തിരിക്കട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ വേഴ്സ്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ എന്താ ഇങ്ങനെ കിടന്നത് അസംഷൻ ഉണ്ടാക്കണം? നിങ്ങൾ മറ്റുള്ളവർക്കെല്ലാം ഘോര പ്രസവിക്കാൻ സമയം കൊടുക്കുന്നുണ്ടല്ലോ. വിളിച്ചു വരുത്തി ആക്ഷേപിക്കുകയാണ്. ഇനി ഇത് പൊറുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ക്രിമിനൽ എന്നുണ്ടെങ്കിൽ ഏത് SFI കുട്ടികളാണ് ക്രിമിനൽ വൽക്കരണമാണ് നടത്തിയിരിക്കുന്നത്? ജനാധിപത്യപരമായി സമരം ചെയ്യാനായിട്ട് ജനാധിപത്യപരമായി സമരം ചെയ്യുന്നത് ഞങ്ങളും പല സമരങ്ങളും നടത്തിയതാണ്. ഇതുപോലെ പൊതുമുതൽ നശിപ്പിച്ചിട്ടൊന്നുമല്ല. ഇല്ലെങ്കിൽ ഞാൻ ഈ ചർച്ച തുടരത്തില്ല. അല്ല, ഇതുപോലെ പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഇത് പറയാ ക്രിമിനലുകളൊക്കെ SFI കുട്ടികളെ വിളിക്കാന്ന് പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ പറ്റും? നിങ്ങൾ അത് പിൻവലിക്കാണ്ട് ഞാൻ ഈ ചർച്ച കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ക്രിമിനൽ എന്ന് പറയാനുള്ള അടിസ്ഥാനം ക്രിമിനൽ കൂട്ടണം നിങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്താ അധികാരം? നിങ്ങൾ ചർച്ച നയിക്കുന്ന ആളാ. ക്രിമിനലുകളെ പോലെ പെരുമാറിയതുകൊണ്ട് സാധാരണ വിദ്യാർത്ഥി സംഘടനയിലെ പ്രവർത്തകർ ഈ രീതിയിലല്ല പെരുമാറുന്നത്. സാധാരണ ഞാൻ പറഞ്ഞുതരാം സഹിഷ്ണുത കാണിക്കുന്നേ. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ക്രിമിനൽ വിളിക്കുന്ന ചർച്ചയിലിരുന്ന് ഞാൻ നിങ്ങളുടെ വിധേയത്വമായിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ക്രിമിനൽ എന്ന് വിളിച്ചത് താങ്കൾക്ക് മറുപടി ഇല്ലാതുകൊണ്ട് താങ്കൾ പോകുന്നു. താങ്കൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ട് താങ്കൾ പോകുന്നു. അതിനെ ഒളിച്ചോട്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ആരെയും ക്രിമിനൽ എന്ന് വിളിക്കാം. അതെ, തെറ്റ് ചെയ്യണമെന്നുള്ള മെൻസറിയുള്ള ഏവനെയും ക്രിമിനൽ എന്ന് വിളിക്കാം. ഇവിടെ നിയമപരിജ്ഞാനമുള്ള തെറ്റ് ചെയ്യണമെന്ന മെൻസറിയുള്ള ആരെയും ക്രിമിനൽ എന്ന് വിളിക്കാം. എന്ത് ഭരണഘടനയ്ക്കുള്ള അവകാശവും ഷുഡ് ബി സബ്ജക്ട് ടു പബ്ലിക് മൊറാലിറ്റി, ഓർഡർ ആൻഡ് ഹെൽത്ത്. നോ ഡൗട്ട്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? കേരളം ക്രിമിനൽ കൂട്ടണോ? ചോദ്യത്തിന് മറുപടി പറയൂ റെജിലൂക്കോസേ. നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി പറയാതെ, ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ അത് തുറന്നു പറ. അല്ലാതെ SFIക്കാരെ ക്രിമിനൽ എന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ ഈ ചർച്ച ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകർ എന്താ ധരിക്കുക? SFIക്കാർ ക്രിമിനലുകൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. ക്രിമിനലുകൾ എന്ന് മാത്രമേ SFIക്കാരെ വിളിക്കാൻ പറ്റൂ. കാരണം അവരുടെ സ്വഭാവത്തിൽ അത് പ്രകടമാണ്. ഇന്ന് കേരള സർവകലാശാല ക്യാമ്പസിൽ അരങ്ങേറിയത് തനി ഗുണ്ടായിസമാണ്. ഗുണ്ടകൾ എന്നാണ് ഞാൻ നേരത്തെ വിളിച്ചിരുന്നത്. ക്രിമിനൽ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു ലഘൂകരിക്കപ്പെട്ട വേർഷനാണ്. ക്രിമിനലുകളാണ്, ഗുണ്ടകളാണ് SFIക്കാർ, ഒരു സംശയവുമില്ല.